ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും ചെക്കൻ അങ്ങോട്ട് ചെന്ന് കയറുന്നത് ചെകുത്താന്റെ മടയിലേക്കാണ്, ചെകുത്താന്റെ തട്ടകത്തിലാന്ന് എന്ന് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവും ഒക്കെ ആയിട്ട് അഡ്രിയയിലൂടെ ലോൺ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ ക്ലബ്ബായിട്ടുള്ള പേഴ്സിക്കെതിരിലേക്ക് പോകുന്നുവെന്ന് സില്ലീസ് റിപ്പോർട്ട് കിട്ടുന്നു. പേഴ്സിക്കെതിരെ അവിടുത്തെ ഒരു ടോപ്പ് ഡിവിഷൻ ലീഗാണ്. അപ്പം ഇന്തോനേഷ്യയിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ട് ചെകുത്താന്റെ മണ്ണിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ അറിയായിരിക്കും, അധികം ആരും ശ്രദ്ധിക്കാത്ത കൊടൂരമായിട്ടുള്ള ഫുട്ബോൾ റൈവലറികൾ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്തോനേഷ്യ. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഫാൻ ഫൈറ്റിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. എല്ലാ വർഷവും അവിടെ ഫാൻ ഫൈറ്റിന്റെ പേരിൽ ആരാധകർ കൊല്ലപ്പെടുന്നുണ്ട്. താരങ്ങളെയും ആരാധകരെയും പോലും ഫുട്ബോൾ വെറിയുടെ പേരിൽ കൊന്നു തള്ളാൻ യാതൊരു മടിയുമില്ലാത്ത ചെകുത്താൻ കൂട്ടത്തിന്റെ നടുവിലേക്കാണ് നമ്മുടെ അഡ്രിയാലൂടെ പോകുന്നത്. ഇവിടുത്തെ ഒരു ഫുട്ബോൾ ഫാൻ റൈവൽ കൾച്ചറിനെ കുറിച്ച് ഞാൻ മറ്റേ ചാനലിൽ ഒരു വീഡിയോ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഈ ചാനൽ ഞാൻ കൊളാബടിക്കാം. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെന്ന് കയറി കണ്ടു നോക്ക്. അപ്പം സത്യം, പെർസിക്കെതിരി എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് അഡ്രിയാനിലൂടെ പോകുന്നു എന്ന് സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർസിക്കെതിരിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ പെർസി ബാന്തോ യുണൈറ്റഡ് ഉൾപ്പെടെയുള്ള ചില ക്ലബ്ബുകൾ ഫാൻ റൈവലറിക്ക് വളരെ പേര് കേട്ടവരാണ്. അവർ ആരാധകരെ കൊന്നു തള്ളുക, ടാറ്റുവിങ്, ഇങ്ങനെ ഫാൻ റൈവലറിയിൽ നമ്മൾ കേട്ടാൽ പോലും പേടിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് തലങ്ങളുള്ള ഒരു ഫുട്ബോൾ ഫാൻ കൾച്ചറുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ചെയ്യാം.